ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. നിഗൂഢതകൾ നിറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഷംസൽ മആരിഫ്. ഇതൊരു സാധാരണ പുസ്തകമല്ല കേട്ടോ. പ്രപഞ്ചത്തിലെ കാണാപ്പുറങ്ങളിലുള്ള ശക്തികളുമായി സംവദിക്കാൻ തയ്യാറാക്കിയ ഒരു ആത്മീയ വാസ്തുവിദ്യയാണിത്. അപ്പോൾ ആ അറിവുകളുടെ രഹസ്യലോകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇസ്ലാമിക നിഗൂഢവാദത്തിൽ ഏറ്റവും പ്രശസ്തമായ എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന്? വെറുമൊരു മാന്ത്രിക വിദ്യയ്ക്കപ്പുറം അക്കങ്ങളെയും അക്ഷരങ്ങളെയും ഉപയോഗിച്ച് പ്രപഞ്ച രഹസ്യങ്ങളെ ഡീകോഡ് ചെയ്യാൻ ഈ പുസ്തകം എങ്ങനെയാണ് ശ്രമിക്കുന്നത്? അതാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. ഷംസ് അൽ മാരിഫ് വ ലദായിഫ് അൽ അവാരിഫ് എന്ന ഇതിഹാസ ഗ്രന്ഥത്തിന്റെ മുഖചിത്രമാണിത്. ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഈ കവറിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപുലമായ ഒരു എസോടെറിക് ശൃംഖലയാണ്. തികച്ചും അക്കാദമികമായൊരു കാഴ്ചപ്പാടിലൂടെ ഈ പഴയ താളുകൾ നമ്മോട് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഭാഗം 1. അറിവിന്റെ സൂര്യൻ. ഭാഗം 2. നിഗൂഢതയുടെ ഭൂപടം. ഇതിന്റെ ഉള്ളടക്കം എത്രത്തോളം വിശാലമാണെന്ന് നോക്കൂ. ഇതൊരു സാധാരണ ഇൻഡെക്സ് അല്ല, മറിച്ച് നിഗൂഢതയുടെ ഒരു വലിയ മാപ്പാണ്. അറബി അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കുമുള്ള ആത്മീയ സവിശേഷതകൾ, ജ്യോതിഷം, ചന്ദ്രന്റെ സ്ഥാനങ്ങൾ അഥവാ ഖമർ കി മൻസിലുകൾ, പിന്നെ ദൈവനാമങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശക്തികൾ, ഇവയെല്ലാം ഈ ഗ്രന്ഥം വളരെ വിശദമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. മാലാഖമാരുമായി എങ്ങനെ സംവദിക്കാം, സങ്കീർണമായ തകിടുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നതൊക്കെ ഈ നിഗൂഢ പ്രപഞ്ചത്തിന്റെ മാപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു കംപ്ലീറ്റ് ഗൈഡ്. ഭാഗം 3. നിഗൂഢതയുടെ യന്ത്രസാമഗ്രികൾ. ഇനി ഈ അദൃശ്യ ശക്തികളെ നിയന്ത്രിക്കാൻ ഗ്രന്ഥം നിർദ്ദേശിക്കുന്ന സൂക്ഷ്മമായ മെക്കാനിക്സിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വെറുതെ പ്രാർത്ഥനകൾ ഉരുവിടുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഇതിലെ വാസ്തുവിദ്യ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു പദമുണ്ട്: വഫ്ക്. ഇസ്ലാമിക നിഗൂഢവാദത്തിൽ ഉപയോഗിക്കുന്ന ഒരു തരം മാന്ത്രിക ചതുരം അല്ലെങ്കിൽ ഗണിതശാസ്ത്ര ഗ്രിഡാണിത്. അറബി അക്ഷരങ്ങളും അക്കങ്ങളും ചില പ്രത്യേക ദൈവനാമങ്ങളും വളരെ കൃത്യമായ ഗണിതശാസ്ത്ര പാറ്റേണുകളിൽ ക്രമീകരിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം സിസ്റ്റം. ഈ പുസ്തകത്തിലെ രീതികൾ എത്രത്തോളം സങ്കീർണമായി മാറുന്നുവെന്ന് ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഇടതുവശത്ത് കാണുന്നത് വളരെ ലളിതമായ ഒരു 3x3 ഗ്രിഡാണ്. എന്നാൽ വലതുവശത്തേക്കൊന്ന് നോക്കൂ. പൂർണ്ണമായ വാക്യങ്ങളും വാക്കുകളും കൊണ്ട് നിറച്ച വളരെ സങ്കീർണമായൊരു 8x8 ഗ്രിഡാണത്. ചുമ്മാ അക്ഷരങ്ങൾ എഴുതി വയ്ക്കുകയല്ല, മറിച്ച് അതിയെ ഒരു പ്രത്യേക കണക്കിന്റെ അടിസ്ഥാനത്തിൽ വളരെ പ്ലാൻ ചെയ്ത് ക്രമീകരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചതുരാകൃതിയിൽ നിന്നും വൃത്താകൃതിയിലേക്കുള്ളൊരു മാറ്റം ശ്രദ്ധിക്കുക. നടുവിൽ ഒരു ഗ്രിഡും അതിനു ചുറ്റും നിരവധി വാക്യങ്ങളടങ്ങുന്ന വലയങ്ങളുമായാണ് ഈ തകിട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഗാഢമായ സങ്കീർണമായ ആശയങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു വിഷ്വൽ ആങ്കറായിട്ടാണ് ഇത്തരം രൂപങ്ങൾ വർത്തിക്കുന്നത്. ഇത്തരം തകിടുകൾ വെറുതെ അങ്ങ് വരച്ചുണ്ടാക്കാൻ പറ്റില്ല. കൃത്യമായ ചില സ്റ്റെപ്പുകൾ പുസ്തകം പറയുന്നുണ്ട്. ആദ്യം കേന്ദ്രത്തിലുള്ള ആ ഗണിതശാസ്ത്ര ഗ്രിഡ്, അതായത് വഫ്ക് തയ്യാറാക്കണം. രണ്ടാമതായി അതിനു ചുറ്റും പ്രത്യേക വചനങ്ങളടങ്ങിയ വലയങ്ങൾ കൃത്യമായി വരച്ചു ചേർക്കണം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ദൈവനാമങ്ങളും മാലാഖമാരുടെ പേരുകളും ആവാഹിക്കണം. ശരിക്കും പറഞ്ഞാൽ വളരെ ലോജിക്കലായ ഒരു ലെയർ ബൈ ലെയർ നിർമ്മാണ പ്രക്രിയയാണത്. ഈ രൂപങ്ങളെക്കുറിച്ച് ശരിക്കും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സേക്രഡ് ജിയോമെട്രിയാണ്. പരസ്പരം കടന്നുപോകുന്ന രേഖകൾ, 6 അരികുകളുള്ള ഹെക്സാഗ്രാം രൂപങ്ങൾ, അവയ്ക്കിടയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അക്ഷരങ്ങൾ, ഇതെല്ലാം കൂടി കാണുമ്പോൾ തന്നെ അറിയാം, വെറുമൊരു വായനാനുഭവത്തിനപ്പുറം ഇതിലെ വരകൾക്കും കോണുകൾക്കും വലിയ പ്രാധാന്യമുണ്ടെന്ന്. അതായത് ഈ കാണുന്ന രൂപങ്ങളൊന്നും വെറുമൊരു കലാസൃഷ്ടിയോ ഡെക്കറേഷനോ അല്ല എന്ന് ചുരുക്കം. അദൃശ്യമായ ലോകവുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി കൃത്യമായ ജ്യാമിതിയുടെയും സംഖ്യാശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരുതരം സ്പിരിച്വൽ മെഷീനുകളാണ് ഗ്രന്ഥം ഇതിനെ പരിചയപ്പെടുത്തുന്നത്. ആലോചിച്ചു നോക്കൂ, എത്ര കൃത്യമായ ബ്ലൂ പ്രിന്റുകളാണിതെന്ന്. ഭാഗം 4. മാലാഖമാരുടെയും ആകാശത്തിന്റെയും യന്ത്രശാസ്ത്രം. വെറും വരകളിലും അക്കങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ കാര്യങ്ങൾ. ആകാശത്തിലെ നക്ഷത്രങ്ങളെയും മാലാഖമാരെയും ഈ പുസ്തകം എങ്ങനെ ഇതിലേക്ക് ബന്ധിപ്പിക്കുന്നു എന്നാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരവും ഓരോ മാലാഖമാരുമായി അഥവാ മലക്കുകളുമായി കണക്റ്റഡ് ആണെന്നാണ് ഈ കൃതി പറയുന്നത്. കൂടാതെ ഈ തകിടുകൾ നിർമ്മിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് എപ്പോഴും വേണമെങ്കിലും ചെയ്യാൻ കഴിയില്ല. അത് ആകാശത്തെ ചന്ദ്രന്റെ സ്ഥാനവുമായി, അതായത് ഖമർ കി മൻസിലുകളുമായി കൃത്യമായി സിങ്ക് ആയിരിക്കണം. പോരാത്തതിന് ഇത് പരിശീലിക്കുന്ന വ്യക്തി കൽവത്ത് അഥവാ കർശനമായ ആത്മീയ ഏകാന്തവാസം അനുഷ്ഠിക്കേണ്ടതുണ്ടെന്നും പുസ്തകം വളരെ കർശനമായി തന്നെ പറയുന്നുണ്ട്. ഭാഗം 5. ഏറ്റവും വലിയ നാമം. ഈ ഗ്രന്ഥത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ തികച്ചും വ്യത്യസ്തവും ഏറ്റവും ഉയർന്നതുമായ ഒരു ആത്മീയ അന്വേഷണമാണ് നാം കാണുന്നത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. ഇവിടെ കാണുന്ന അധ്യായത്തിന്റെ പേര് ഇസ്മി അസം ഔർ ഉസ്കി താരീഫാത്ത് എന്നാണ്. അതായത് ഏറ്റവും വലിയ നാമവും അതിന്റെ വിശദീകരണങ്ങളും. ഇത്രയധികം മാന്ത്രിക ചതുരങ്ങൾക്കും തകിടുകൾക്കും അപ്പുറം ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ പേര് ഇസ്മി അസം കണ്ടെത്തുക എന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇതിലെ ഈ വരികളൊന്ന് ശ്രദ്ധിച്ചേ. ആത്യന്തികമായ ആത്മീയ ലക്ഷ്യം ലോകത്തെ നിയന്ത്രിക്കുകയല്ല, മറിച്ച് ദൈവത്തിന്റെ ഏറ്റവും ശക്തവും മറഞ്ഞിരിക്കുന്നതുമായ നാമം കണ്ടെത്തുക എന്നതാണ്. ലൗകികമായ ആവശ്യങ്ങൾ നേടുന്നതിനേക്കാൾ വലിയൊരു മതപരമായ ആത്മീയമായ അന്വേഷണമാണ് ഈ പുസ്തകത്തിന്റെ ബേസ് എന്ന് ഈ വരികൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വിശകലനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഷംസ് അൽ മആരിഫ് വെറുമൊരു മാന്ത്രിക പുസ്തകമല്ല. അത് തീവ്രമായ മതവിശ്വാസത്തെയും അക്കാലത്തെ സങ്കീർണമായ ഗണിതശാസ്ത്രത്തെയും വാനനിരീക്ഷണങ്ങളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ദൈവവുമായി സംവദിക്കാൻ നടത്തിയ വളരെ സ്ട്രക്ചേർഡായ ഒരു ചരിത്രശ്രമത്തിന്റെ രേഖയാണ്. ഈ സങ്കീർണമായ ഡിസൈനുകളിലേക്കും ഗണിത മാതൃകകളിലേക്കും ഒന്നുകൂടി നോക്കൂ. ചരിത്രത്തിൽ ഏത് പോയിന്റിലാണ് മതം, ആദ്യകാല ശാസ്ത്രം, ഒപ്പം മാന്ത്രിക വിദ്യ എന്നിവ വേർപിരിയുന്നതെന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരു വര വരച്ച് തിരിക്കാൻ കഴിയുമോ? ഇവയെല്ലാം പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലല്ലേ ഈ ഗ്രന്ഥം? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്, അല്ലേ? കൂടുതൽ വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ രഹസ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ ഉണർന്നിരിക്കട്ടെ.